Good morning all. Last time we have studied about homomorphisms and properties of homomorphisms. Today we have a new concept known as kernel of homomorphism is to be studied. The definition of kernel of homomorphism is: let phi from G to G dash be a homomorphism of group G into a group G dash. Then the subgroup phi inverse of E dash, which is equal to x element of G such that phi of x equal to E dash is the kernel of phi denoted by KER phi. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ G to G dash എന്നുള്ളത് ഒരു മാപ്പിംഗ് ഉണ്ട്, which is a homomorphism, that is phi of xy is equal to phi of x phi of y. homomorphism property satisfy ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രീ ഇമേജസ് എല്ലാം കൂടിയുള്ള കണക്ഷൻ, it's known as the kernel of phi. The identity ലോട്ട് മാപ്പ് ചെയ്തത് മാത്രം. So next is a theorem. Let phi from G to G dash be a group homomorphism and let H equal to kernel of phi. Let A element of G, then the set phi inverse of phi of A is equal to x element of G such that phi of x equal to phi of A is the left coset AH of H and is also the right coset HA of H. Consequently, the two partitions of G into left cosets and into right cosets are the same. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് ഒരു ഹോമോമോർഫിസം വന്നിട്ടുണ്ട്, കേർണലിന് തന്നെ എച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സെറ്റ് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ എ ഈക്വൽ ടു എക്സ് എലമെന്റ് ഓഫ് ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ. അത് ലെഫ്റ്റ് കോസെറ്റും ആണ് റൈറ്റ് കോസെറ്റും ആണ്. സോ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിനായിട്ട് അത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബി എ ഹോമോമോർഫിസം ഓഫ് എ ഗ്രൂപ്പ് ജി ഇൻറ്റു എ ഗ്രൂപ്പ് ജി ഡാഷ് ആൻഡ് ലെറ്റ് എച്ച് ഈക്വൽ ടു കേർണൽ ഓഫ് ഫൈ. ഫോർ എനി എ എലമെന്റ് ഓഫ് ജി, നമുക്ക് ആ കാണിക്കേണ്ട സെറ്റിനെ നമ്മൾ എ എന്ന് പേര് കൊടുത്തു. എ ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ എ ഈക്വൽ ടു എക്സ് എലമെന്റ് ഓഫ് ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ. നമ്മൾ ഇനി ഈ കിട്ടിയിരിക്കുന്ന എ എച്ച് ആണെന്നും എച്ച് എ ആണെന്നും കാണിക്കണം. സോ ഫസ്റ്റ് വി ആർ ഷോയിങ് എ ഈക്വൽ ടു എ എച്ച്. അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എയിലുള്ള ഒരു എലമെന്റ് എടുത്തു. ചൂസ് എനി എക്സ് എലമെന്റ് ഓഫ് എ. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ തന്നിരിക്കുന്ന എ ഡിഫൈൻ ചെയ്തതനുസരിച്ച് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ആൻഡ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ. സോ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് എ ബൈ ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ആൻഡ് എ ഇൻവേഴ്സ് എ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി. So which is phi of E by the group axiom G3 which is equal to phi of E equal to E dash. നമ്മൾ ഇന്നലെ പഠിച്ച properties of homomorphism കഴിഞ്ഞ ദിവസം പഠിച്ചതിലുണ്ടായിരുന്നു. phi of E equal to E dash where E and E dash are the identities of G and G dash respectively. Then again by the homomorphism property we get phi of A inverse into phi of x equal to E dash implies phi of A inverse x equal to E dash which implies A inverse x element of kernel phi. അതാണ് kernel phi ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. E ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നതൊക്കെ ദാറ്റ് ഈസ് A inverse x element of kernel phi. kernel phi നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് which is equal to H, that is A into A inverse x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x തന്നെ is element of AH, that is നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന x element of എച്ച് എ എന്നായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എക്സ് എലമെന്റ് ഓഫ് എ എച്ച് എന്നാണ്. ദാറ്റ് ഈസ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എച്ച്. നൗ ചൂസ് എനി വൈ എലമെന്റ് ഓഫ് എ എച്ച്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് എടുത്തു, എ എച്ച് എന്നുള്ളതിൽ എടുത്തു. ദെൻ വൈ ഈക്വൽ ടു എ എച്ച് ഫോർ സം എച്ച് എലമെന്റ് ഓഫ് എച്ച്. സിൻസ് എച്ച് എലമെന്റ് ഓഫ് എച്ച്, ഫൈ ഓഫ് എച്ച് ഈക്വൽ ടു ഇ ഡാഷ് വെയർ ഇ ഡാഷ് ഇസ് ദ ഐഡന്റിറ്റി ഓഫ് ജി ഡാഷ്. That therefore phi of y equal to phi of AH which is equal to phi of A into phi of H by the homomorphism property which is equal to phi of A into phi of H equal to E dash ആണ്. So which is equal to E dash which is equal to phi of A. Therefore y element of A
y element of AH implies y element of A. So AH contained in A. നമുക്ക് ഏറ്റവും ആയിട്ട് കഴിഞ്ഞ തവണ കിട്ടിയത് A contained in AH ആയിരുന്നു. ഇപ്പോൾ കിട്ടിയത് AH contained in A. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ A is equal to AH. Similarly, we can show that A equal to HA. For that, choose any X element of A. Then phi of definition അനുസരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേപടി തന്നെ റൈറ്റ് കോസെറ്റിനെ ചെയ്യുവാണ്. Then phi of x equal to phi of A and മറ്റടുത്ത് phi of A inverse into phi of x ആയിരുന്നു. ഇവിടെ തിരിച്ചു വരും. Phi of x into phi of A inverse which is equal to phi of x equal to phi of A. ഇത് തന്നിരിക്കുന്ന ഡെഫിനിഷൻ. Phi of A into phi of A inverse which is equal to phi of A inverse by the homomorphism property which is equal to phi of E by the group axiom G3 which is equal to E dash by the properties of homomorphism, where E and E dash are the identities of G and G dash respectively. Then again by the homomorphism property we get phi of x into phi of A inverse equal to E dash implies phi of x A inverse element equal to E dash, which implies x A inverse element of kernel of phi. Kernel of phi is equal to H. That is x A inverse into A. This is x itself, element of AH. So A contained in HA. Now choose any y element of HA. Then y equal to HA for some h element of H. Since h element of capital H, phi of H equal to E dash, where E dash is the identity of G dash. Therefore, phi of y equal to phi of HA, which is equal to phi of H into phi of A by the homomorphism property. Phi of H equal to E dash. It's E dash into phi of A, which is equal to phi of A. Therefore, y element of A. Y element of HA implies y element of A. So HA is contained in A. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയത് A is contained in HA and second step കിട്ടിയത് HA is contained in A. Both this combine we can write A is equal to HA. നമുക്ക് രണ്ട് ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഈക്വൽ എന്ന് കാണിച്ചു. ഇനി ഒരു എക്സാമ്പിൾ. കൺസിഡർ ദ ഗ്രൂപ്പ് C star ഓഫ് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് അണ്ടർ ദ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ C star എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, വിച്ച് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിൻ്റെ ഓപ്പറേഷൻ. Identity is 1 and the group R plus of positive real numbers. ഇതിൽ 0 ഇല്ല, പോസിറ്റീവ് പോയിന്റ് റിയൽ നമ്പേഴ്സ് ആണ്. 1 ഇൻഡിജേഴ്സ് മാത്രമല്ല ഉള്ളത്, റാഷണൽ നമ്പേഴ്സും എല്ലാം കൂടിയുള്ള നമ്പേഴ്സ്, ഇറാഷണൽസും എല്ലാം കൂടിയുള്ള പോസിറ്റീവ് റാഷണൽസ് ആൻഡ് ഇറാഷണൽസ് ഉള്ള നമ്പേഴ്സ് ആണ് R plus under multiplication. So here identity is 1. Define phi from C star to R plus by phi of Z equal to mod Z. C എന്നുള്ള കോംപ്ലക്സ് നമ്പർ ആണ്, അതിൻ്റെ മോഡുലസ് വാല്യൂ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വാല്യൂ റിയൽ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. C സ്റ്റാറിൽ നിന്ന് R പ്ലസിലേക്ക് phi of Z is equal to mod Z. Then phi of Z1 Z2 is equal to പ്രോപ്പർട്ടി അനുസരിച്ച് ഡെഫിനിഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് Z1 Z2 which is equal to mod Z1 into mod Z2. Mod Z1 is phi of Z1 into phi of Z2 for all Z1 Z2 element of C star. Therefore, phi satisfies the homomorphism property and hence is a homomorphism. Identity element of R plus is 1. Multiplication ആണ്, അതുകൊണ്ട് 1 വരുള്ളൂ. And so kernel of phi is equal to phi inverse of ഇവിടുത്തെ ഐഡന്റിറ്റി 1 ആയതുകൊണ്ട് 1, which is equal to Z element of C star, which is equal to phi of Z equal to 1. അപ്പോൾ which is equal to Z element of C star, phi of Z is defined as mod Z equal to 1, which is we can write as U, where U is the Euclidean plane with center at origin and radius 1. ഇത് mod Z equal to 1 വന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് 1ഉം സെൻറ്റർ ഒറിജിനുമായിട്ടുള്ള സർക്കിളാണ്. അതിൽ വരുന്ന എല്ലാ എലമെൻറ്റും കേർണൽ ഫൈൽ ഉണ്ടാവും. ക്ലിയർലി യൂസ് എ സബ് ഗ്രൂപ്പ് ഓഫ് C star. എല്ലാം
അത്ര എലമെന്റ്സ് ഉള്ളൂ. എല്ലാ എലമെന്റും കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും, നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. ക്ലിയർലി യു ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സി സ്റ്റാർ. അത് യു ഇസ് എ സബ്സെറ്റ്, ദ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ്, ഇൻവേഴ്സ് എക്സിസ്റ്റ്, സോ ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് സി സ്റ്റാർ. സോ നമുക്ക് ഈ തിയറം അനുസരിച്ച് കോസെറ്റ് ഓഫ് യു, കോസെറ്റ്സ് ഓഫ് യു ആർ phi inverse of phi of A, which is equal to Z element of C star, such that mod Z equal to mod A. So which is a circle with center origin and radius modulus of A.